പത്തനംമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ഗർഭിണിയായതിൽ വളരെയധികം സന്തോഷത്തിലാണ് കനകയും ഗോവിന്ദനും നന്ദവും ഒക്കെ നിൽക്കുന്നത്. അനന്തപുരിയിൽ എല്ലാവരും അത് ആഘോഷമാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്തായാലും ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നു, നമ്മൾ മോളെ കണ്ടതും ഒക്കെയാണ്. പക്ഷേ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോകണം, എടുപ്പത് പലഹാരവുമായിട്ട് തന്നെ പോകണം. നമ്മുടെ മോക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും ആദർശമോനുള്ള പലഹാരവും ഒക്കെ ആയിട്ട് നമുക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, അതേ നമുക്ക് പോകണം, ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അവരിങ്ങോട്ട് വന്ന് നമ്മളോട് വിവരം പറഞ്ഞു എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവാതിരിക്കരുത്. നമ്മുടെ മോള് ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത്. ആ ഒരു സന്തോഷം അനന്തപുരിയിലൊക്കെ ആഘോഷിക്കുകയാണ്. അപ്പം ഇത് നമുക്കും അതുപോലെ തന്നെ പലഹാരവുമായിട്ടൊക്കെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്ദു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദുവും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ചേച്ചിയെ കാണാൻ പോകുന്നതിൻ്റെ കൂടെ തന്നെ അനിയെ കാണുകയും കുറച്ച് നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. അവിടെയാകുമ്പോൾ കുറച്ച് സ്വാതന്ത്ര്യത്തിൽ അനിയോട് സംസാരിക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് കനക നന്ദുവിനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ എന്താ ആലോചിക്കുന്നത് എന്നും സ്വപ്നം കാണുന്നത് എന്നും എനിക്ക് മനസ്സിലായിടേ. ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. തൽക്കാലം ഇന്ന് പോകുന്നതിൽ ഞാനും അച്ഛനും മാത്രമേ പോവുകയുള്ളൂ, നീ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അതെന്താ ഞാൻ വന്നാൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്, എനിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ വേണം, എൻ്റെ ചേച്ചിയെ അവിടെ ചെന്ന് കാണുകയും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇനി അമ്മ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും ഞാൻ അങ്ങോട്ടെത്തും, എന്നെ അമ്മ ഒഴിവാക്കാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട്, നീ എന്താ ഇപ്പോൾ പറഞ്ഞാൽ അനുസരിക്കാതായോ, പറഞ്ഞത് കേട്ട് ഇവിടെ നിന്നാൽ മതി, നീ വരേണ്ട കാര്യമില്ല, ഞാനും അച്ഛനും ഒക്കെയാണ് ഇതിന് പോവേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആര് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ വരികയും അവിടുത്തെ പരിപാടിക്ക് കൂടുകയും ഒക്കെ ചെയ്യും, അതിനെക്കൊണ്ട് തൽക്കാലം അമ്മ പോകാൻ നോക്ക്, ഞാനും വരും എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കുകയാണ് നന്ദു. നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് കനക പറയുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ പറഞ്ഞാൽ അനുസരിക്കാതെ ആയല്ലോ ഗോവിന്ദേട്ട എന്നൊക്കെ പറയുമ്പോൾ നീ തൽക്കാലം അത് വിട്, അവൾ വന്നോട്ടെ, എന്തായാലും നമ്മൾ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ കനക പലഹാരവുമായിട്ട് പോവുകയാണ്. കൂടെ നന്ദവും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് അനിയും ഒക്കെ അവിടെ തന്നെ നന്ദു വരുന്നതും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം നന്ദു അനിയെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ നന്ദു വരുന്നതും കാത്ത് അനി മുകളിലത്തെ സ്റ്റെയർകേസിൻ്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ബാൽക്കണീൻ്റെ അവിടെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നന്ദു വരുന്ന ആ ഒരു ഇത് കണ്ടിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അനി. അങ്ങനെ അവരെ അകത്തോട്ട് ക്ഷണിച്ച് സ്വീകരിച്ച് ഇരുത്തുകയാണ്. ആ സമയത്ത് നന്ദുവിൻ്റെയും അനിയുടെയും പരസ്പരമുള്ള നോട്ടം നമ്മുടെ ജാനകിയും എല്ലാവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കനക പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവർ സൽക്കാരം സ്വീകരിച്ചിരുത്തുകയും ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്തിനാ ഇങ്ങനെയൊക്കെ, നിങ്ങൾക്ക് വന്ന് കാണണമെങ്കിൽ കാണാം, പക്ഷെ ഇങ്ങനെ പലഹാരമായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല, അതും നമ്മുടെ വീട്ടിലേക്ക്, ഇങ്ങനെ വെറുതെ പണം കളയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. പിന്നെ ദേവേച്ചിക്ക് ഇഷ്ടപ്പെട്ടതും ഇതിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ദേവേച്ചിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ മുറുക്കും ഒക്കെ, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിക്കണം. പിന്നെ അമ്മയ്ക്കൊക്കെ ഷുഗറും ഇതൊക്കെ ആയതുകൊണ്ട് അതിനനുസരിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പലഹാരവും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കൊള്ളാം ഗോവിന്ദ, അത് ഏതായാലും നന്നായി, ഈ വയസ്സന്മാരെ നിങ്ങൾ പരിഗണിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കാഴ്ച ജാനകിക്കും ജലജയ്ക്കും അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ പിന്നെ നന്ദു അനിയെ കണ്ടപ്പോൾ അനിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ കരയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ മുകളിലോട്ട് സംസാരിക്കാൻ വേണ്ടി കയറി പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മെല്ലെ ചെവിയിൽ പറയുന്നുണ്ട്, ഓ അവർക്ക് ഇപ്പോൾ സംസാരിക്കാൻ ഒത്തുകിട്ടിയ സമയമാണ്, രണ്ടുപേരും പോകുന്നത് കണ്ടോ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നടക്കട്ടെ, അവരുടെ സന്തോഷമെങ്കിലും ഇതിൻ്റെ ഇടയിൽ നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പോയതിൻ്റെ പിന്നാലെ ജാനകി പോവുകയാണ്. അങ്ങനെ അവർ മുറിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിച്ച്, ഇനി നീയും കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഇവിടെ ഒരു സ്വർഗമാകും, പിന്നെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആശ്വാസമാവുകയുള്ളൂ ആവും, പക്ഷേ അതൊന്നും നിൻ്റെ അമ്മ ചിന്തിക്കുന്നില്ലല്ലോ, എന്തായാലും എത്ര ദിവസവും എത്ര കാലം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സംസാരം കണ്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ജാനകി അനിയോട് ചോദിക്കുന്നുണ്ട്, താഴെ പരിപാടിക്ക് കൂടാൻ വന്നവർക്ക് താഴെ നിന്നാൽ പോരെ, പിന്നെ ഇവിടെ മുറിയിൽ വന്ന് നിന്നോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിട്ടാണ് അവൾ വന്നത്,
അവളെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേടാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണും നീയാണെങ്കിൽ ഭാര്യ ഇപ്പോഴും ഡിവോഴ്സായി എന്ന് പറഞ്ഞാലും എന്തായാലും കല്യാണം കഴിഞ്ഞ ഒരു പയ്യനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്തായാലും ഇവളെ വിവാഹം കഴിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല, ആ സ്ഥിതിക്ക് എന്തായാലും ഇവളിവിടെ മുറിയിൽ വരുന്നത് എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ ശാഠ്യം പിടിച്ച് ജാനകി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉണ്ടാവുകയുള്ളൂ, അത് ഈ നന്ദു മാത്രമാണ്. അത് മുത്തശ്ശനും മുത്തശ്ശിയും വരെ അംഗീകരിച്ചതാണ്. അതിനെക്കൊണ്ട് ഇനി അതൊരു വിഷയമേ അല്ല. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൊക്കിനും ജീവനുള്ളിടത്തോളം കാലം എന്തായാലും ഞാൻ അതിന് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കുകയാണ്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജാനകി കത്തിക്കയറുന്നത് കണ്ടിട്ട് അമ്മ എന്തിനായി കത്തിക്കയറുന്നത്, എന്തായാലും ഞാനും നന്ദുവും തമ്മിൽ വളരെയധികം ഇഷ്ടത്തിലാണ്, ഇനി അമ്മക്ക് ബോധ്യമില്ലെങ്കിൽ ഞാൻ ബോധ്യപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് ആകെ ദേഷ്യം കൊണ്ടും ഷോക്കായിട്ട് നിൽക്കുകയാണ് ജാനകി. അനി നീ എന്തായി നീ കാണിക്കുന്നത്, വെറുതെ നീ ഓരോന്ന് കാണിച്ചു കൂട്ടല്ലേ, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എൻ്റെ മുമ്പിൽ നിന്ന് ചെയ്താൽ പിന്നെ ഈ അമ്മ ഇല്ലെന്ന് നീ കരുതിയാൽ മതി, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ജാനകി ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് നന്ദു അനിയനോട് പറയുന്നുണ്ട്, നീ എന്തായി ചെയ്തത്, അതും അമ്മയുടെ മുന്നിൽ വെച്ച്, എന്തൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ, അമ്മയെ ഇങ്ങനെ സങ്കടപ്പെടുത്താനൊന്നും പാടില്ല, അത് നമുക്ക് ദോഷമേ ചെയ്യുകയുള്ളൂ, എന്നായാലും അമ്മ നമ്മളെ സ്വീകരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്, അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം, പക്ഷേ അമ്മയെ ഇങ്ങനെ സങ്കടപ്പെടുത്തുകയോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ അമ്മയുടെ മുന്നിൽ വെച്ച് ചെയ്യുകയോ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, എങ്ങനെ ചെയ്യാതിരിക്കും, അത്രയ്ക്കും ദേഷ്യം പിടിക്കുന്ന രീതിയിലുള്ള വർത്താനമാണ് പറയുന്നത്, അപ്പോൾ പിന്നെ ചെയ്തു പോയില്ലേ ആരായാലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനി.